ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ തിരുപ്പൂരാണ്. അപ്പം നമ്മൾ കോയമ്പത്തൂരൊക്കെ ഒന്ന് പോയായിരുന്നു ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ സംസാരിക്കാം എന്നൊക്കെ വെച്ചിട്ട്. ഇവിടെ നല്ല വെയിലാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ചൂട് താങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിലാണ്. ഒരു രണ്ട് ദിവസം മഴയൊക്കെ പെയ്തു. അത് നല്ലതായിട്ടൊന്നും പെയ്തില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ തന്നെ കാരണം, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാം. അത് ഞാൻ ലക്നൗവിലായിരുന്ന സമയത്തും എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോൺ മിസ്സായി പോയപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ പോയി. അത് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം. അപ്പം ഞാൻ ഇടാൻ മെയിനായിട്ട് കാരണം, നമുക്ക് സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ. ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ജോലിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു മോളാണ്, ഒറ്റയൊരു മോളാണ്. അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിൻ്റെ ഓരോ ഭയവും. വേറെ ആരും, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒക്കെ കൂട്ടുകുടുംബങ്ങളും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പെൺകുട്ടി ആയതുകൊണ്ട് മോളെ എങ്ങും വിശ്വസിച്ച് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എത്ര അമ്മമാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്നറിയത്തില്ല. ഹസ്ബൻഡ് വെളിയിൽ വർക്ക് ചെയ്യുന്ന ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ നോക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അവരനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം. എനിക്കെപ്പോഴും എൻ്റെ മോളുടെ കൂടെ ഇങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി, അവളെ സ്കൂളിൽ വിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ചെയ്ത് കൊടുക്കണമെന്നൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എത്ര അമ്മമാർക്ക് ഇങ്ങനെ ഒരവസ്ഥ വരുമെന്ന് എനിക്കറിയത്തില്ല. നിറയെ പേര് ഇത് ഇങ്ങനെയൊരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിന്ന് യൂട്യൂബ് ചാനൽ അത്രയ്ക്ക് വലിയ ഇതൊന്നും വീഡിയോ അല്ല, എന്നാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. എന്നാലും എനിക്ക് വീട്ടിൽ ഇരുന്ന് എൻ്റെ മോളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ, അവളൊരു സ്വന്തം കാലിൽ അവൾ നിൽക്കുന്നവരെ ഒരു ജോലിയൊക്കെ ആയി അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണ്, അത്രയ്ക്ക് ആഗ്രഹമാണ് മോളുടെ കൂടെ നിൽക്കും. ഒരേ ഒരു മോളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ജോലിക്ക് പോയാലും അവളെ ആരും നോക്കാൻ ഇല്ല. നമ്മൾ കോമ്പൗണ്ട് വീടാണ്. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹമുണ്ട്. അവളുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. മെയിനായിട്ടും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ല ഒരു 10-12,000 രൂപ സാലറിയൊക്കെ വാങ്ങിച്ച് ഒക്കെ നമുക്ക് ഫുൾ ടൈം ജോലിയാണ്. അതും തിരുപ്പൂരെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇവിടെ വർക്കിംഗ് ടൈം വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിന് നമുക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല. രാവിലെ പോകണം, ഒരു 7:30 ആകുമ്പോഴേ പോകണം. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നതേ ഒരു 7:30-8 മണി ഒക്കെ ആവും. അപ്പോൾ അതിനുള്ളിൽ എന്ത് സുരക്ഷയാണ് നമ്മുടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മക്കളെ നോക്കുന്നവർക്ക് എന്ത് സുരക്ഷയുള്ളത്? അവർക്ക് എന്ത് സുരക്ഷയുള്ളത്? അപ്പോൾ അവർ തനിയെ വീട്ടിൽ ഇരിക്കണം. നമുക്കിപ്പോൾ TV ഉണ്ടായാലും എത്ര നേരം അവർ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ അടുത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമയം സ്പെൻഡ് ചെയ്യാം, എവിടെയെങ്കിലും വെളിയിലോട്ടൊക്കെ പോകാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം.
എന്താ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അവൾക്ക് വേണ്ടി ചെയ്യാനും ഒരമ്മയുടെ വേദനയാണ്. അപ്പം നമ്മൾ ബന്ധുക്കളോടോ അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയേണ്ട ഒരവസ്ഥ വരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. അപ്പം ഇനി അടുത്തത് കുറച്ച് കോയമ്പത്തൂരൊക്കെ പോയ വീഡിയോസാണ് ഞാനിപ്പോൾ ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകുന്ന വഴിയാണ്. ചെങ്ങപ്പള്ളി എന്ന് പറയുന്ന ഒരു ടോൾ ഗേറ്റാണ്. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത്. അപ്പം ഇഡ്ഡലിയും സാമ്പാറൊക്കെ വാങ്ങിച്ചു, ഒരു ചായയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. മെയിനായിട്ട് പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, നമ്മൾ തിരുപ്പൂർ നമ്മുടെ നാട്ടിൽ മീൻ കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഒന്നും അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു. കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നു പോയി. കുടംപുളി, പിന്നെ മീൻ കഴിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ലുലു മാളിലോട്ട് വന്നത്. അവിടെ ഫുഡ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.